മൂക്കുന്നിമലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവുമായ ഒരു ക്ഷേത്രമാണ് ഇടമല ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രം. വളരെ പുരാതനമായൊരു അമ്പലമാണ്. അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു അമ്പലമാണ് ഈ ക്ഷേത്രം. ഇത് ചോള കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്നാണ് ഇതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നത്. ചോളന്മാർ തിരുവിതാംകൂർ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഈ പ്രദേശത്ത് മൂക്കുന്നിമലയുടെ താഴ്വരയിൽ 2 മലകൾക്കിടയിൽ തങ്ങുകയും ഇവിടെ അവർ അവരുടെ ആരാധനാമൂർത്തിയെ ക്ഷേത്രം നിർമ്മിച്ച് ഇവിടുത്തെ തന്നെ പാറകൾ പൊട്ടിച്ച് കല്ല് വെച്ച് ക്ഷേത്രം നിർമ്മിക്കുകയും അതിനുശേഷം അവരെ ആരാധിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ ചരിത്രങ്ങൾ പറയുന്നത്. അപ്പോൾ അത്രത്തോളം പഴമയുള്ളൊരു ക്ഷേത്രമാണ്. പിന്നീട് നൂറ്റാണ്ടുകൾ ഈ ക്ഷേത്രം തകർന്നു കിടന്നു, പൂജയില്ലാതെ നശിച്ചു കിടന്നു. പിന്നീട് ഒരു 2000 കൂടി പുതിയ കമ്മിറ്റി ആളുകൾ ഒത്തുകൂടുകയും അവിടെ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. കേരളത്തിൽ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലെ പഴമയുടെ മഹത്വം വിളിച്ചോതുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് മനസ്സിന് കുളിർമയും ഉന്മേഷവും പകരുന്ന ഒന്നാണ്. ശിവരാത്രി ആഘോഷമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. പണ്ട് ഈ ക്ഷേത്രം വെറും കല്ലുകൊണ്ട് പണിതതായിരുന്നു. രാജഭരണകാലത്ത് നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഈ കല്ലുകൾ. പിൽക്കാലത്ത് ഈ ക്ഷേത്രം വലുതാവുകയും ഇന്ന് കാണുന്ന രൂപത്തിൽ മാറുകയും ചെയ്തു. വലിയൊരു ക്ഷേത്ര സമുച്ചയമായിരുന്നു ഇത്. ഞങ്ങൾ ഈ പുനരുദ്ധാരണം നടക്കുന്ന സമയത്തൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ JCB ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാറ്റുമ്പോൾ വിഗ്രഹങ്ങളുടെ ഒരു കലവറ അതിനുണ്ടായിരുന്നു. കാരണം ഈ പണ്ട് കളിമണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ പല പല രൂപത്തിലുള്ള പല പല ഭാവത്തിലുള്ള വിഗ്രഹങ്ങൾ നിറയെ കിട്ടുമായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു വലിയ ക്ഷേത്ര സമുച്ചയമായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. പിന്നീട് കാലാന്തരത്തിൽ അത് തരിപ്പണമായി പോവുക ഒരു സാഹചര്യമാണ് ഉള്ളത്. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു ക്ഷേത്ര നഗരം തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്. അത്തരത്തിൽ ഈ ഇടമല 2 മലകൾക്കിടയിലുള്ള ഒരു ഭൂപ്രദേശം, ആ ഭൂപ്രദേശത്ത് ഇത്തരമൊരു ക്ഷേത്രത്തിനെ അടിസ്ഥാനമാക്കി നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഐതിഹ്യം. സകല ദുരിത നിവാരണത്തിനും ഈ പ്രദേശത്തെ നിവാസികൾ ആശ്രയിക്കുന്നത് മഹാദേവനെ തന്നെയാണ്. ഉദ്ദിഷ്ടകാര്യത്തിന് സൽസന്താനങ്ങളെ നൽകുന്നതിന്, നല്ല വിവാഹത്തിന്, അങ്ങനെ മനുഷ്യന്റെ നല്ല നല്ല കാര്യങ്ങൾക്കെല്ലാം മഹാദേവൻ കൂടെയുണ്ട് എന്ന വിശ്വാസം ഇവിടുത്തെ ജനങ്ങളിലുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് നവഗ്രഹങ്ങളെ പ്രത്യേകം കുടിയിരുത്തിയിരിക്കുന്ന മണ്ഡപമുള്ളത്. മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും തത്തുല്യ പ്രാധാന്യത്തോടെ ശാസ്താവ് അധിവസിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ ശ്രീകൃഷ്ണൻ, അതുപോലെ ദേവി, ഗണപതി, അതുപോലെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഈ നാട്ടിലെ ഒരു ക്ഷേത്രമാണ്. ഈ പ്രദേശത്തൊന്നും തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളില്ല. വളരെ പൗരാണികമായും അതുപോലെ തന്നെ ദേവതാ സങ്കല്പത്തിലാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠവുമായ ഒരു ക്ഷേത്രമായി ഇടമല ശ്രീകണ്ഠ ശാസ്താ ക്ഷേത്രം ഈ നാട്ടിൽ കുടികൊള്ളുകയാണ്. ധ്യാന രൂപത്തിലുള്ള ഒരു മഹാദേവൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠയുടെ ഭാവം എന്നുള്ളത്. ധാരയാണ് പ്രധാനപ്പെട്ട വഴിപാട്. മൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ മൃത്യുഞ്ജയാർച്ചന തുടങ്ങിയ പ്രധാനപ്പെട്ട വഴിപാടാണ്. ഒപ്പം ശാസ്താവുള്ളതുകൊണ്ട് തന്നെ നീരാഞ്ജനം ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. എള്ളുപായസം, നീരാഞ്ജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. മഹാദേവന്റെ നടയിൽ പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് കരുതപ്പെടുന്നു. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി
ഭഗവാനോട് പ്രാർത്ഥിക്കണം. നമ്മളെ ദ്രോഹിക്കുന്നവർക്കും നല്ല മനസ്സ് കൊടുക്കുവാൻ വേണം പ്രാർത്ഥിക്കുവാൻ. അന്യര് കൂടി നന്നാകണേ എന്നുള്ള പ്രാർത്ഥന ഫലവത്താകുമ്പോൾ അതുമൂലം നമുക്കാണ് ശാന്തിയും സമാധാനവും. ദിവസവും ഒരു നേരമെങ്കിലും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ജപിക്കണം. അമ്മയുടെ ഈ വാക്കുകളിലൂടെ ലോകം മുഴുവനും സുഖം നിറയട്ടെ.